അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ, അവിടെ ഞങ്ങൾക്ക് ദൈവം മാത്രമല്ല, അവിടെ ഞങ്ങളുടെ സ്വന്തം അപ്പായാണ്. ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടി മാത്രമല്ല, ഞങ്ങളൊക്കെ പ്രിയ മക്കളാണ്. വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ് എന്നാണ് അവിടെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നീ എൻ്റേതാണെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. ബി റിമെമ്പർ യു ഫാദർ, നീ ഞങ്ങൾക്ക് സ്വന്തം അപ്പനാണ്, ഞങ്ങളങ്ങേക്ക് പ്രിയ മക്കളാണ്. ഈ കഴിഞ്ഞൊരു വർഷവും ഞങ്ങളെ അവിടുന്ന് കൈവെള്ളയിൽ താങ്ങി കൺമണി പോലെ സൂക്ഷിച്ച് ഈ വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷ സമാധാനത്തോടെ വരെ അവരുടെ ബലമുള്ള കാലം ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങളുടെ വ്യക്തിപരമായി, കുടുംബമായി, കുഞ്ഞുങ്ങളായി, ശുശ്രൂഷയായി, സഹവിശ്വാസികളായ, കൂട്ടുവേലക്കാരായ, കർത്താവിൻ്റെ ശരീരമായി, ആഗോള വ്യാപകമായി നിൽക്കുന്ന അങ്ങയുടെ കുടുംബമായി ഞങ്ങൾ ചേർത്ത് നിർത്തി. ഞങ്ങളങ്ങയോട് നന്ദി പറയാം. അവൾ നിങ്ങളെ സ്നേഹിക്കും. ഞങ്ങളങ്ങയെ തിരിച്ച് സ്നേഹിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും പലപ്പോഴും പര്യാപ്തമല്ല നിങ്ങളറിയാം. എന്നാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവാണ് അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ ഭയപ്പെടുവാൻ, അങ്ങയെ അനുസരിക്കുവാൻ, അങ്ങയെ അന്വേഷിക്കുവാൻ അവൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അങ്ങയിൽ ശരണം പ്രാപിക്കും. പുതുവർഷത്തിനായി അങ്ങയിൽ ശരണം പ്രാപിക്കും. ഞങ്ങളുടെ സംവത്സരമൊക്കെ ഈ പുഷ്ടി കൊണ്ട് നിറയ്ക്കുന്ന അങ്ങയുടെ മുഖത്ത് നോക്കി ഞങ്ങൾ ഉറപ്പോടെ മുന്നോട്ട് നീങ്ങുവാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ഞങ്ങളുടെ ഉള്ളത്തിൽ ഇപ്പോഴവിടെ തന്നിരിക്കുന്ന, മുൻകൂറായി തന്നിരിക്കുന്ന ഈ ദർശനം, ഈ കലണ്ടറിനകത്തുള്ള അങ്ങ് സ്വയം വെളിപ്പെടുത്തുന്ന യഹോവയാം ദൈവം ഞങ്ങൾ രക്ഷയാകുന്നു, സങ്കേതമാകുന്നു, കോട്ടയാകുന്നു, ഞങ്ങളുടെ സൗഖ്യമാകുന്നു, ഞങ്ങളുടെ സർവ്വ നന്മകളുടെയും ഉറവിടമാകുന്നു. അങ്ങ് ഞങ്ങളുടെ പരിചയം, ഞങ്ങളുടെ ഉറപ്പുള്ള ഗോപുരവുമാകുന്നു. ഞങ്ങൾക്ക് ഭൂമിയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാമായി തീരുന്നതിനാണ് യാഹ്വേ ദി ഗ്രേറ്റ് ഐ ആം. ഞാനായിരിക്കുന്നു എന്ന് പറഞ്ഞു നീ ഞങ്ങളുടെ സകലവുമാണ്. അവിടുന്ന് ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങയോടൊപ്പം നിറഞ്ഞവരായി, അങ്ങയുടെ സകല നിറവിനോളം നിറഞ്ഞവരായി തീരേണ്ടത് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു പുതിയ വർഷം ഞങ്ങൾ സ്വീകരിക്കും. അതിയായി ഞങ്ങൾ അങ്ങേ അറിയുകയും അങ്ങയെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന മക്കളായി തീരാൻ ഞങ്ങൾ ഈ വചനങ്ങളെ സ്വീകരിക്കുന്നു. ഈ കലണ്ടറിനകത്ത് അങ്ങ് കുറിച്ച് സഭയായ ഈ ദൈവപുരുഷൻ തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ കൂടെ അങ്ങേ ആരാധിക്കുന്ന ആത്മീയ കുടുംബത്തിനും തൻ്റെ കൂട്ടുവേലക്കാരൻ താൻ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്കും ആത്മീയ സന്താനങ്ങൾക്കും കൂട്ടുവേലക്കാർക്കും എല്ലാം നന്ദി പറയുന്നു. അവർക്ക് അവിടുന്ന് അങ്ങയുടെ വലിയ നിക്ഷേപത്തിൽ നിന്ന് തുറന്നു കൊടുത്തിരിക്കുന്ന ഈ വചന സത്യങ്ങൾക്കായി നന്ദി. അപ്പോൾ അവിടുന്ന് ഇവരുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല അപ്പയാണ്. അവിടുന്ന് ഇവർക്ക് മറുപടി നൽകുന്ന ഇവരുടെ സഹായമായ യഹോവ എബനേസറാണ്. ഇതുവരെയും വഴി നടത്തിയത് അവിടുന്ന് ഇനിയും വഴി നടത്തും. അവിടുന്ന് സകലത്തിൻ്റെയും ഉടയവനും സകലത്തിൻ്റെയും നാഥനമായ രക്ഷകരമായ ഉറപ്പുള്ള കോട്ടയായ നിഷ്കളങ്കൻ മാനങ്ങളിൽ ഞങ്ങളെ വഴി നടത്തുന്നു. നീതിയുടെ പാതകളിൽ അങ്ങയുടെ നാമത്തത്വം ഞങ്ങളെ ബലത്തോടെ കൈപിടിച്ച് നടത്തുന്നു. സർവശക്തി ബലമുള്ള ഗോപുരമായവനെ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. ഈ വചനങ്ങൾ ധ്യാനിക്കുകയും വായിക്കുകയും പറയുകയും പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ ഇതോരോന്നും ആശ്ചര്യമായി അവിടെ നിവർത്തിക്കണമേ. ഇരമ്യാവേ നീ എന്ത് കാണുന്നു എന്നുള്ളത് ചോദിച്ചല്ലോ. കഥാമർഷം ഭൂത്തിനെ കാണുന്നു പറഞ്ഞപ്പോൾ നിന്റെ വാക്ക് നിവർത്തിക്കണേ ജാഗരിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ വാക്ക് ഈ കുഞ്ഞുങ്ങൾ ധ്യാനിച്ച് അതുള്ളിൽ കാണുകയും വാവുകൊണ്ട് വിളിച്ച് പറയുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ വാക്ക് ഇവർക്ക് വേണ്ടി നിവർത്തിക്കുക. ഇതോരോന്നും ഇവർ ഹൃദയത്തിൻ്റെ പലകളിൽ ആത്മാവിന്റെ ശക്തിയാൽ എഴുതി കൊടുക്കുന്ന നല്ല പിതാവായിരിക്കുക. നീ നിന്റെ നാമത്തിന് മീതിയൊക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുക. ഈ നിന്റെ വാക്കുകളെല്ലാം ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നത് അങ്ങയുടെ നാമത്താൽ മഹിമപ്പെടുത്തണം. അത് വെളിവായി ഇവരുടെ ജീവിതത്തിൽ പ്രകടമായി വരട്ടെ, നിവർത്തിച്ചാട്ടെ. അങ്ങനെ ചെയ്ത പ്രഭയ്ക്കായി വരും വർഷം മുഴുവൻ സൗഖ്യത്തിലും ആരോഗ്യത്തിലും ആനന്ദത്തിലും ഒരുമയിലും സന്തോഷ സമൃദ്ധ അഭിവൃദ്ധികളിലും ഒരു കുറവുമില്ലാതെ എല്ലാത്തിനും നിറവുള്ളവരായി അങ്ങേ എപ്പോഴും പൂർണ്ണ സംതൃപ്തിയോടെ സേവിച്ച്
അവരുടെ പ്രയത്നങ്ങൾ വർദ്ധിച്ചു വരുന്നവരായി ഇവർ അനുഗ്രഹീതരാകട്ടെ എന്ന് ഈ കുടുംബത്തെയും അവരുടെ കൂട്ടുവേലക്കാരെയും സഭയും അനുഗ്രഹിച്ച് ഇതിനെ ഞങ്ങൾ പ്രകാശനം ചെയ്തു അങ്ങയുടെ മഹത്വത്തിനായി സഭയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ആയിരിക്കും. ആമേൻ.